Hi friends, welcome to Radhu's Food Court and Vlogs. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് ഉസിലി, പരിപ്പ് ബീൻസ് ഉസിലി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ തോരനൊക്കെ കഴിച്ച് ബോറടിച്ചവർക്ക് ഒരു ഡിഫറെൻറ്റ് ഡിഷാണ്. അപ്പോൾ ഇതിനായിട്ട് പെട്ടെന്ന് ഒരു 1/4 കപ്പ് ചനാ ദാൽ എടുത്ത് വെച്ചോളൂ. ഒരു 250 ഗ്രാം ബീൻസിന് 1/4 കപ്പ് ചനാ ദാലും 1/4 കപ്പ് തുവരപ്പരിപ്പും മതി. ഇപ്പോൾ ബീൻസിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ചനാ ദാൽ അതായത് കടലപ്പരിപ്പിൻ്റെയും തുവരപ്പരിപ്പിൻ്റെയും അളവ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വന്നിട്ട് 2 ഈക്വൽ ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾക്ക് കടലപ്പരിപ്പ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തുവരപ്പരിപ്പ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കാം. ഞാനിവിടെ 2 ഈക്വൽ ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 1 hour സോക്ക് ചെയ്യാൻ വയ്ക്കാം. 1 hour or 2 hour നമ്മുടെ കടലപ്പരിപ്പ് സോക്ക് ചെയ്ത് കിട്ടുന്ന വരെ. ചൂടുവെള്ളത്തിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു 1 hour തന്നെ സോക്കായി കിട്ടും. ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്താൽ പെട്ടെന്ന്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് സോക്ക് ചെയ്തും വെക്കാവുന്നതാണ്. ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് ഒരു 4 വറ്റൽമുളകും നമുക്ക് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു വട പരുവത്തിൽ അരച്ചെടുക്കാൻ പോവുകയാണ്. വെള്ളത്തിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആ പരിപ്പ് കുതിർത്ത് വെച്ച ആ ഒരു മോയ്സ്ചർ ഉണ്ടല്ലോ, അത് ധാരാളം മതി. നമ്മൾ ഇപ്പോൾ അതൊന്ന് കോഴ്സായിട്ട് നമ്മൾ ഗ്രൈൻഡറിലൊന്ന് കറക്കിയെടുക്കും. നമ്മുടെ പരിപ്പ് അരച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഇഡലി തട്ടി വെച്ചൊന്ന് സ്റ്റീം കുക്ക് ചെയ്തെടുക്കും. നിങ്ങൾക്ക് പരത്തി വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ ഉരുട്ടയായിട്ട് വെക്കാം. എങ്ങനെയായാലും നമുക്കൊന്ന് സ്റ്റീം കുക്ക് ചെയ്തെടുക്കണം. സ്റ്റീം കുക്ക് ചെയ്യുമ്പോഴാണ് ഇത് നന്നായിട്ട് വെന്ത് കിട്ടുന്നത്. സോ അതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്തോണം. നമുക്കൊരു 15 minutes മിനിമം സ്റ്റീം കുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഇഡലി തട്ടി വേണം, അത് നോക്കിക്കോണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പരത്തി വേണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ ഉരുട്ടിയെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. എങ്ങനെയായാലും സ്റ്റീം കുക്ക് ചെയ്ത് എടുക്കണം, അതാണ് നമ്മുടെ ആവശ്യം. സോ ഇതൊരു 10 to 15 minutes ആകും നന്നായിട്ട് സ്റ്റീം കുക്കായി വരാൻ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബീൻസ് വേവിച്ചെടുക്കാം. ബീൻസ് എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുത്ത ബീൻസിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം ഇത് ചേർത്ത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വെച്ച് സ്റ്റീം കുക്ക് എടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നമ്മളിത് പാരലായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പും സ്റ്റീം കുക്കായി കിട്ടും, ഇതും നമുക്ക് റെഡിയായി കിട്ടും. ഞാനിപ്പോൾ ഇത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വെള്ളമെല്ലാം വറ്റി ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ ഈ പരുവം. അധികം വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിപ്പോൾ അടച്ചു വെച്ച് സ്റ്റീം കുക്ക് ചെയ്യുകയാണെങ്കിൽ. ഇപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. വെളിച്ചെണ്ണ ഇഷ്ടമല്ലാത്തവർക്ക് വേറെ എന്താ എണ്ണ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് കടുക്, ഉഴുന്നുപരിപ്പ്, കറിവേപ്പില ഇത് 3 ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ പരിപ്പ് സ്റ്റീം കുക്കായി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് കൈ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ക്രംബിൾ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് നമ്മുടെ കടുക് വറുപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ് ആഡ് ചെയ്യാം.
എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഒന്ന് പിടിക്കട്ടെ ഒരുമിച്ച്. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ പരിപ്പ് ബീൻസ് ഉസിലി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബീൻസ് തേങ്ങ വേണ്ട, തോരൻ വയ്ക്കാൻ തേങ്ങ ചതയ്ക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഇതൊരു വെറൈറ്റി ഡിഷാണ്. എന്ന് നമ്മൾ കഴിക്കുന്നതിനെ അപേക്ഷിച്ച് വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് കഴിച്ച് നോക്കിയാൽ അറിയാം നല്ല ടേസ്റ്റാണെന്ന്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അറിയിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് രാധൂസ് ഫുഡ് കോർട്ട്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമൻറ്റ് അറിയിക്കണം. സീ യു ദെൻ, ബൈ.